ഇവ മറ്റും നദങ്ങളായി വടക്കോട്ടൊഴുകുന്നു നിത്യം. അതുകൊണ്ട് അനുഭവിച്ചീടിന ജനങ്ങൾക്ക് തളർച്ച, ജരാനരവ്യാധികൾ ആദികൾ വിളച്ചിടുന്നിത് അപമൃത്യുക്കൾ ഇവയെല്ലാം. ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കർണികയാകും മഹാമേരുവിൻ ചുടലവോ കേസരഭൂതങ്ങളായി പർവ്വതോ പലതുണ്ട്. വാസവാദികളുടെ ദിക്കുകളുടെ തോറും അരികെ മഹാമേരുവാകും അദ്രിക്ക് പരിസരണമായിട്ട് 7 പർവ്വതമുണ്ട്. പിന്നെ ഉയരം 2000 യോജന. അവയെല്ലാം ഇടവും അത്ര തന്നെയുണ്ട്. ഏതും കുറയാതെ 18,000 യോജന നീളവും ഉണ്ടങ്ങ്. അതിനൊക്കെയും തെക്കു വടക്കായി കിഴക്കല്ലോ. ജഠര ദേവകൂട പർവ്വതവരങ്ങൾ മറ്റ് ഉടനെ കീഴ്മേല നീളത്തിൽ തെക്കാകുന്നു. കൈലാസകര വീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കുവടക്കായതുപോലെ വാരിതിനാഥൻ നീളം തെക്കുവടക്കായതുപോലെ പവന പാരയാത്രയാക്കിയ അജലവരങ്ങൾ മറ്റും അവനിപതേ നീളം കിഴക്കു പടിഞ്ഞാറായി ശൃംഗമകരങ്ങളിങ്ങനെ പേരായി 4 ദിശയെങ്കിലും ഉണ്ട്. 2 അജലവരങ്ങൾ പോൽ ത്രിശൃംഗമകരങ്ങളിങ്ങനെ പേരായി 4 ദിശയെങ്കിലും ഈ 2 അജലവരങ്ങൾ പോൽ ഇങ്ങനെയെല്ലാം അലങ്കൃതമാം മഹാമേരുവങ്ങ് അതിൻ മുകളിലുണ്ടോ 9 രാജധാനി എന്നതിൽ നടുവിലേത് അംബുജോത്ഭവൻ തനിക്കിന്ദ്രാദി ലോകപാലന്മാർക്കു മറ്റുമെല്ലാം ഏറ്റവും ചിത്രമായി 16,000 യോജന വഴി വിസ്താരമോ സമചതുരസ്രമായുള്ളു താനോ. 3 ലോകവോ മുന്നോ ഭഗവാൻ നാരായണൻ 3 അടിയാക്കി ഇളനീടിന കാലത്തെങ്കിൽ മേൽപോട്ടേക്ക് ഉയർത്തിയ തൃക്കാൽ തൻ നഖം കൊണ്ടിട്ട് ആത്മയോന്യാണ്ടം പിളർന്നൂടയങ്ങകം പൂക്കോ ഭാഗ്യജീവനാധാരം ഗംഗയെന്ന് എല്ലായിടവും പാവശാന്ത്യർത്ഥം പ്രസിദ്ധയായി ബ്രഹ്മാണ്ഡ കമല നളാന്തഗ്രേ പോയി വീണ് നിമ്നമാർഗേണ 4 കൈ വഴിയൊഴുകിപ്പോയി 4 ദിക്കിലും 4 നാമങ്ങളോടും കൂടി 4 സാഗരങ്ങളോ പ്രാപിച്ചിടുന്നു നിത്യം എന്നതിൽ കിഴക്കോട്ടേക്കായി ഒഴുകുന്നത് സീത ചെന്നുടൽ ഇന്ദ്രരാജധാനിതൽ നടുവേ പോയി ഗന്ധമാദനമായ പർവ്വതത്തിന്മേൽ വീണ് സിന്ധുവിനോളം ഭദ്രശ്വാക്യമാം വർഷത്തൂടെ സന്തതം വേഗന പോയിടുന്നു തെക്കോട്ടു ചെന്ന് അന്തകപുരിയൂടെ നിത്യവോ. അതുപോലെ സംപ്രയതാകാരമായി അളകനന്ദാഖ്യയും സമ്പ്രതി നിഷധവും ഹേമകൂടവും നേരെ കടന്ന് ഹിമവന്മേൽ വീണ് അവിടുന്നും പിന്നെ പടർന്നു ചെന്ന് ഭാരതാഖ്യമാ വർഷത്തൂടെ ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു. പടിഞ്ഞാറേ ചക്ഷുസാകുന്ന നദി വരുണ രാജ്യത്തൂടെ പോയുടൻ മല്യവാന്റെ മുകളിൽ വീണ് പിന്നെ പായുന്നു കേതുമലമാക്കിയ വർഷത്തൂടെ.